ആർക്കും സൃഷ്ടിക്കാം ഒരു ദേവതയെ. അപ്പോൾ അത് നമുക്ക് സൃഷ്ടിക്കാം. ദേവതയെ സൃഷ്ടിക്കുന്നതാണ്, വേർതിരിച്ചെടുക്കുന്നതാണ്. മനസ്സിലായി? മന്ത്രവും രൂപവും സ്വാഭാവികം ഉണ്ടാവുക. മനസ്സിലായില്ലേ? അത് ആ മന്ത്രം ആർക്കുണ്ടാക്കാം. വളരെ അതിശക്തിയായ തപസ്യായിട്ട് ഒരു പുതിയ മന്ത്രം ഉണ്ടാക്കാം. ആ മന്ത്രത്തിനനുസരിച്ച് ഒരു ഗുണം നമ്മൾ വർദ്ധിക്കും, പുതിയ ഗുണം ഉണ്ടാവും, ഒരു പുതിയ ഗുണം ആവശ്യമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരു പുതിയ ദേവം സൃഷ്ടിക്കാൻ ഒരു മടി നമുക്കില്ല. അത് വ്യത്യാസം. ഞാൻ പറഞ്ഞ കൃത്യമായോ? മനസ്സിലായോ? മനസ്സിലായി. അപ്പം എല്ലാം ഈശ്വരൻ എന്ന് വെച്ചാൽ ഈശ്വരൻ എല്ലാം ഉണ്ട്. ആ ഈശ്വരൻ എല്ലാ ഗുണമുണ്ട്, എല്ലാ രൂപങ്ങളുണ്ട്. ദേവതയെല്ലാം ഇല്ല. ഓരോ ദേവതയ്ക്ക് ഓരോ ഗുണങ്ങളാണ്. ഗണപതിക്ക് ഒരു ഗുണം, മഹാവിഷ്ണു ഗുണം ഒക്കെ ഒരു ഗുണം. സാധാരണക്കാരൻ എന്താ ആവശ്യം? ഈശ്വരന്റെ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് പ്രയാസവും പ്രശ്നമൊക്കെ ഇത് ഉപയോഗിച്ച കാര്യമില്ല. ഉദാഹരണം കറണ്ട് പോലെ. മനസ്സിലായില്ല? നമുക്ക് കാറ്റ് കിട്ടണം, ട്യൂബ് ഇട്ട് വല്ല കാര്യമുണ്ടോ? അത് ഫാൻ തന്നെ വേണം. വെളിച്ചം വേണം. ഫാൻ ഓൺ ചെയ്ത കാര്യമൊന്നുമില്ല. വേണ്ടേ? ട്യൂബ് വേണം, തണുപ്പ് വേണം, AC വേണം. പക്ഷേ ഇത് മുഴുവൻ പ്രവർത്തിക്കുന്ന ഊർജം എന്താണ്? കറണ്ടാണ്. കറണ്ട് കിട്ടാൻ കുറെ കാര്യമുണ്ടോ? ഇവിടെ ഇതുവരെ പോസ്റ്റ് കൊണ്ടുവച്ചു, ഇവിടെ കറണ്ട് എത്തിച്ചു, ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഭൗതിക ഉപയോഗിക്കാൻ എന്ത് വേണം? ഫാന് വേണം. അത് ഫാനിലൂടെ സന്നിവേശിപ്പിക്കണം, ട്യൂബിൽ സന്നിവേശിപ്പിക്കണം. ഇതുപോലെ ഈശ്വരൻ എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല. മനസ്സിലായില്ല? ഒരു കാര്യം സാധാരണക്കാരനില്ല. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് അതിൽ നിന്ന് ഓരോ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഓരോ ഗുണമാക്കി മാറ്റിയിട്ട് ഉപയോഗിക്കാൻ ടെക്നിക്ക് ഋഷിശാസ്ത്രം കണ്ടുപിടിച്ചു. ഇതൊരു ടെക്നിക്കാണ്, എഞ്ചിനീയർമാർ കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഈ സമയം. ഇതുപോലെ പ്രപഞ്ച ചൈതന്യത്തെ നേരിട്ട് ഉപയോഗിക്കാൻ ഒരു ഋഷിശാസ്ത്ര ടെക്നിക്ക് ഉണ്ടാക്കി. ആ ടെക്നിക്കിനാണ് തന്ത്രം എന്ന് പറയുന്നത്. മനസ്സിലായി? തന്ത്രം എന്ന സാധനം എന്നുണ്ടായെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് മനുഷ്യൻ്റെ യഥാവസ്ഥയിൽ ഈ ടെക്നിക്കുണ്ട് എന്നുള്ള അവസ്ഥ. ഇപ്പോൾ വളരെ സൗകര്യമാണ് എനിക്ക് തോന്നുന്നു. ഗായത്രി എന്ന് പറഞ്ഞില്ല, രുദ്രഗായത്രി അങ്ങനെ വേറെ ഗായത്രികളെന്ന് കേട്ടത്. ഈ ഗായത്രി എന്ന് പറയുന്നത് ഓരോ ദേവതയ്ക്കും ഓരോ ഗായത്രി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗായത്രി എന്ന് പൊതുവെ പറഞ്ഞ സൂര്യ ഗായത്രിയാണ്. ഗായത്രി എന്ന് പറഞ്ഞാൽ ഗാഥനായ വിശ്വാമിത്രനെ സൃഷ്ടിച്ചിരിക്കുന്ന ഗായത്രി ഛന്ദസ്സുള്ള സവിതാവ് ദേവതയാണ് ഗായത്രി. ഞാൻ സാധാരണ ഗായത്രി എന്ന് പറയാം. ഓരോ ദേവതയ്ക്കും ഗായത്രിയാണ്. ഓരോ ദേവതയ്ക്കും ഇപ്പോൾ ഗണപതിക്ക് ഒരു ഗായത്രി ഉണ്ട്. അതായത് സാധാരണ ഗണപതി ചെയ്യാം. ഓരോ ദേവതയ്ക്കും ഓരോ ഗായത്രിയാണ്. മനസ്സിലായി? അതിനകത്ത് ഇത്ര ഗായത്രി എനിക്ക് തോന്നുന്നു നാലാമത്തെ ഇപ്പോൾ നമ്മൾ ചൊല്ലുന്ന ഗായത്രിക്ക് 3 പാദങ്ങളുണ്ട്. 4ാമത്തെ പാദമുള്ള ഒരു ഗായത്രിയാണ്. അതായിരിക്കാം ഉത്തര ഗായത്രി എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഉത്തര ഗായത്രി എന്താണ്. രുദ്രന്റെ ഗായത്രി. രുദ്രൻ എന്ന് പറയുന്നത് ഉപാസിക്കുമ്പോൾ ജപിക്കേണ്ട ഗായത്രി എല്ലാ ദേവതയ്ക്കും ഗണപതിക്ക് ഗായത്രി ഉണ്ട്. രുദ്ര ഗായത്രി എല്ലാ ദേവതയിലും മന്ത്രസാധനയും ആ ഗായത്രി കൂടെ ചേർത്തിട്ടാണ് ചെയ്യുക. അതല്ല ആ ദേവത കൊണ്ട് എൻ്റെ ബോധം കൊണ്ട് വികസിപ്പിക്കാൻ എല്ലാ ഗായത്രി അർത്ഥമുണ്ട്. ഇപ്പം ഗണപതി തത്പുരുഷായ വിസ്മഹേ വക്രതുണ്ടായ ധീമഹി സന്നോ ദന്തി പ്രചോദയാണ്. ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഉള്ളിലെ ബോധത്തെ വികസിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം എല്ലാ ദേവതകൾക്കും. ഇപ്പൊ രുദ്ര ഗായത്രി എന്ന് പറയുന്നത് രുദ്ര ഉപാസിക്കുമ്പോൾ ശ്രീരുദ്ര ഉപാസിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ബോധം വികസിക്കാൻ സഹായിക്കുന്ന ഗായത്രി മന്ത്രത്തെ ആ രുദ്ര ഗായത്രി എന്ന് പറയുന്നത്. അതെ, എല്ലാ ദേവതയും ഗായത്രി ഉണ്ട്. ഏറ്റവും നമ്മൾ ഗായത്രി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുമ്പോൾ സൂര്യ ഗായത്രിയാണ്. സാധാരണ ചൊല്ലുന്ന ഗായത്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചാക്ഷരം കൊണ്ട് സദാശിവ രുദ്രനെ ഉപാസിക്കുന്നത്. ഈശ്വരൻ ഉപാസിക്കുന്ന മന്ത്രമില്ല. കാരണം ഈശ്വരൻ മന്ത്രാതീതനാണ്, നാമാതീതനാണ്. നാമിച്ച് മന്ത്രം. ഈശ്വരൻ ഉപാസിക്കാൻ ഒരു മന്ത്രം ഇതൊക്കെ ചെയ്താൽ ഈശ്വരൻ ആ ലെവൽ വീഴുകയോ. അതായത് അതിനുപാസിക്കാൻ പ്രത്യേകിച്ച് പഞ്ചാക്ഷരം ഉദ്ദേശിക്കുന്ന ശിവനെയാണ്, സദാശിവരുദ്രനാണ്. അതുകൊണ്ട് ഗുണം എന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാകും. പഞ്ചാക്ഷരം ചിത്തശുദ്ധി ഉണ്ടാകും. ചിത്തശുദ്ധി ഉണ്ടാവാനാണ് പഞ്ചാക്ഷരം ജപിക്കുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ
നമ്മൾ സാധാരണ കേട്ടോ മനോബുദ്ധി അഹങ്കാര ചിത്താനിയാം കേട്ടോ മനസ്സ് ബുദ്ധി അഹങ്കാര ചിത്തം ഇത് മനസ്സിന് 4 അവയവങ്ങളുണ്ടെന്നാണ് പറയാറ് അല്ലേ അങ്ങനെ കേട്ടില്ലേ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം 4 അവിടെ നമ്മൾ സാധാരണ അനുഭവിക്കുന്നത് മനസ്സും ബുദ്ധിയുമാണ് ഈ മനസ്സും ബുദ്ധിയും മനുഷ്യൻ വഴിതെറ്റിക്കുന്നു നേരത്തെ പറഞ്ഞതാണ് എപ്പോഴാണ് ബുദ്ധി ഉണ്ടാവുക ഈ മനസ്സ് എപ്പോഴും പ്രവർത്തിക്കുന്ന ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ബുദ്ധിയുടെ നിലവാരത്തിനനുസരിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് ബുദ്ധി എപ്പോഴാണ് ഉണ്ടാവുക ഞാൻ എന്ന് പറയുന്ന ബോധമുള്ളപ്പോൾ ഞാൻ എന്ന് പറയുന്ന ബോധം ഉണ്ടാവും മനസ്സിലായല്ലോ എൻ്റെ ബുദ്ധി എന്നല്ലേ പറയാറ് വേറെ ബുദ്ധി അപ്പൊ എൻ്റെ ബുദ്ധി അപ്പൊ ഞാൻ എന്ന് പറയുന്ന ബോധം ഉണ്ടെങ്കിലേ ബുദ്ധിയുള്ളൂ ബുദ്ധി ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ ബുദ്ധിഫലമുള്ളവർക്ക് മനസ്സ് പ്രവർത്തിക്കില്ല അല്ല കൺട്രോളൊന്നും ആയിരിക്കില്ല എന്താ കാരണം ഈ അഹങ്കാരവും ബുദ്ധിയും മനസ്സുണ്ടാവാൻ കാരണം വെച്ചാൽ ചിത്തത്തിൽ മാലിന്യങ്ങളാണ് മനസ്സിലായില്ല ചിത്തം എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ് കേവലം ശുദ്ധം എന്ന് പറഞ്ഞാൽ ചിത്തം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബോധമാണ് മനസ്സിലായില്ല ആ ശുദ്ധബോധത്തിൽ മാലിന്യങ്ങളുണ്ടാകും പ്രധാനമായിട്ട് പ്രപഞ്ചത്തിന് 3 മാലിന്യങ്ങളുണ്ട് ആണവമലം കാർമ്മികമലം മായികമലം 3 തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഈ 3 മാലിന്യങ്ങളെ കൊണ്ട് ചിത്തത്തിൽ ശുദ്ധമായ ബോധത്തിൽ മാലിന്യം ഉണ്ടാകും അപ്പം മാലിന്യം ഉണ്ടാകുന്നുണ്ടാവും അവിടെ ഞാൻ എന്ന ബോധമുണ്ട് ഞാൻ എന്ന് പറഞ്ഞ ബോധം ഉണ്ടായി കഴിഞ്ഞാലോ അവിടെ എന്തുണ്ടാവും ബുദ്ധിയുണ്ടാവും ബുദ്ധിയെ മനസ്സുണ്ടാവും മനസ്സിലായല്ലോ നമുക്ക് ലക്ഷ്യം ശുദ്ധമായ ബോധം തിരിച്ചു പോകാൻ അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ശുദ്ധമായ ബോധത്തിലാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു പോകാം അതിന് സഹായിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരം ഈ ഞാൻ എന്നും ബുദ്ധി എന്നും മനസ്സെന്നും മാലിന്യം മാറ്റിയിട്ട് ശുദ്ധമായ ബോധത്തേക്ക് ഉയരാൻ സഹായിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരം ഈ മാലിന്യം എന്തൊക്കെയാ അത് ബഹുരസം ആണവമലം കാർമ്മികമലം മായികമലം 3 എന്താ ആണവമലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാന ഘടകം എന്താണ് പരമാണുക്കളാണ് അണുക്കളാണ് അല്ലേ അപ്പൊ നേരത്തെ നമ്മൾ ക്ലാസ് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് അവിടെ എത്തുന്നത് എപ്പോഴാണ് പരമാണു ഉണ്ടായത് ചോദിച്ചാൽ പ്രപഞ്ചം ഉണ്ടായ ശേഷം പ്രപഞ്ചം എപ്പോഴാണ് ഉണ്ടായത് ഒരു സ്ഫോടത്തെ തുടർന്ന് തന്ത്രശാസ്ത്രം പറയുന്നു ഒരു സ്ഫോടത്തെ തുടർന്ന് പ്രപഞ്ചം ഉണ്ടായത് ആ സ്ഫോടം എവിടെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ശുദ്ധമായ ചൈതന്യത്താണ് സംഭവിച്ചത് സ്ഫോടം ഉണ്ടായത് മനസ്സിലായല്ലോ അതിനെയാണ് അവബോധം എന്ന് പറയുന്നത് ബോധം ശുദ്ധമായ ബോധം എന്നും അതിനെ പറയും ആ ശുദ്ധമായ ചൈതന്യത്തെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അത് ശുദ്ധമായ ഒരു ചൈതന്യമായിരുന്നു അതിനെയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് അതിനെയാണ് വേദാന്തികൾ പരബ്രഹ്മം എന്ന് പറയുന്നത് താന്ത്രികന്മാർ ശിവൻ എന്ന് പറയുന്നത് ആ അവസ്ഥയാണ് പ്രപഞ്ചം സ്ഫോടം നടക്കുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ശുദ്ധമായ ചൈതന്യത്തെ മനസ്സിലായോ അവിടെയാണ് സ്ഫോടം ഉണ്ടായത് സ്ഫോടത്തെ തുടർന്ന് ആ പ്രപഞ്ചം ഖനീഭൂതമാകാൻ തുടങ്ങി കട്ടിയാവാൻ തുടങ്ങി സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്ന് പറയുന്ന അവസ്ഥ സാന്ദ്രീകൃതമായി ആ അവബോധം കട്ടിയായി തുടങ്ങി അത് സോളിഡിറ്റി ആവാൻ തുടങ്ങി അത് കട്ടിയാവും മനസ്സിലായോ അപ്പൊ അങ്ങനെ കട്ടിയാവുന്ന സമയം ആദ്യം എന്തുണ്ടായത് ആ ചൈതന്യത്തിന് ഒരാവരണം ഉണ്ടായി ആ ആവരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ആവരണത്തോടു കൂടി ചൈതന്യത്തിന് ആവരണം ഉണ്ടായാൽ അതിനെ നമ്മൾ എന്താ പറയുക അതിനെയാണ് അണു എന്ന് പറയുന്നത്